ഹായ് ഹലോ. തൈറോയ്ഡ് മുഴ എന്തുകൊണ്ട് വരുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഡോക്ടറുമായുള്ള സംസാരം തുടരാം. അതേസമയം വൈഫിനുള്ളതുപോലെ ഒരു വലുതായി വരുന്നതാണെങ്കിൽ ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ അത് ചികിത്സിക്കേണ്ടത്. മുമ്പൊക്കെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അതായത് എന്ത് കാരണം കൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മുഴ ഉണ്ടായത്, ഇത് വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഇത് വലുതാവാതിരിക്കാൻ എന്ത് ചെയ്യണം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ സാധാരണ എല്ലാവരുടെയും കൺസേൺ. അതേം പറഞ്ഞു കഴിഞ്ഞാൽ ജനിതകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് തൈറോയ്ഡ് മുഴകൾ വരുന്നത്, എന്തുകൊണ്ടാണ് അവർ വളരുന്നത്, പലരും എന്തുകൊണ്ട് വലുതാവാണ്ടിരിക്കുന്നു, ഇതൊന്നും നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു കാരണം നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അതിനൊരു മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് മുഴകൾ വലുതായി വരുമ്പോൾ മുമ്പൊക്കെ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കൃത്യമായ പരിഹാരം ഉണ്ടായിരുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മുഴകളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ വിരലിലൊരു ചെറിയൊരു തടിപ്പ് വന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും ലിവറിലൊരു തടിപ്പ് വന്നു, അത് ആ തടിപ്പ് മാത്രമാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കുന്നത്. ഒരിക്കലും നമ്മൾ വിരല് മുറിച്ച് കളയാറില്ല. ഇപ്പോൾ ലിവറിൽ പോലും ക്യാൻസർ ആയിട്ടുള്ള തടിപ്പ് പോലും വന്നാൽ നമ്മൾ ലിവർ മൊത്തത്തിൽ എടുത്ത് ഒഴിവാക്കുന്നില്ല, ആ ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ബ്രസ്റ്റിൽ വന്നു, പണ്ടൊക്കെ വലിയ സർജറി ചെയ്ത് ബ്രസ്റ്റൊക്കെ എടുത്ത് ഒഴിവാക്കുമ്പോൾ, ഇപ്പോൾ സർജറിയൊക്കെ വല്ലാണ്ട് പുരോഗമിച്ച് വളരെ മിനിമലായിട്ടുള്ള ആ ഭാഗം മാത്രമാണ് എടുത്തു കളയുന്നത്. പക്ഷെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഇപ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഒരു തടിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ സൈഡ് ഹെമി തൈറോയ്ഡ്, ആ സൈഡെങ്കിലും എടുത്ത് ഒഴിവാക്കണം. മിക്കവാറും പേർക്ക് 2 സൈഡിലും ചെറിയ മുഴകളുണ്ടാവും. അപ്പോൾ സാധാരണ രീതിയിൽ മുഴുവൻ ഗ്രന്ഥി തന്നെയും എടുത്ത് ഒഴിവാക്കുകയാണ് പരിഹാരമായിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ക്യാൻസർ അല്ലാത്തൊരു മുഴയാണ്. രണ്ടാമത്തത്, തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവർ പോലെയാണ്. അതായത് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന T3, T4 ഹോർമോണുകൾ എന്നുള്ളത് ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ അവയവങ്ങൾക്കും 24 മണിക്കൂറും ആവശ്യമുള്ള സംഗതിയാണ്. നമ്മുടെ ബ്രെയിനായിരുന്നാലും, ഹാർട്ടിനായിരുന്നാലും, ബോണിനായിരുന്നാലും, മസിലിനായിരുന്നാലും, സ്ത്രീകളുടെ ഗർഭപാത്രത്തിനായാലും, ആർത്തവത്തിനായിരുന്നാലും എല്ലാത്തിനും തൈറോയ്ഡ് ഹോർമോൺ 24 മണിക്കൂറും വേണം. അത് കൃത്യമായ അളവിൽ വേണം. ഹോർമോൺസ് മറ്റേതൊരു ഹോർമോൺ പോലെ തൈറോയ്ഡ് ഹോർമോണും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ബോഡി 24 മണിക്കൂറിലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് ഗ്രന്ഥിയെ ഹോർമോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.